ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സുവർണാലങ്കൃതമായ പുഷ്പകത്തെ ഇങ്ങനെ പറഞ്ഞയച്ചു. പരികബാഹുക്കളുള്ള ശ്രീരാഘവൻ അശോകപൂവനത്തിലേക്ക് പ്രവേശിച്ചു. ഇരിപ്പ, ചമ്പകം, അശോകം, പുന്ന, വേങ്ങ, പിലാവ്, പാരിജാതം, കടമ്പ്, പാച്ചോറ്റി, പാല, മുല്ല, വാഴത്തോപ്പ്, മന്ദാരം, ചെറുകടമ്പ്, ഞാഴ, ഞാവൽ, ഇലഞ്ഞി, മാതളം, മലയകത്തി എന്നിവയാൽ വിലസുന്നതാണ് അവിടം. മനോമോഹനമായി സദാ പൂവും കായും നിറഞ്ഞ് ദിവ്യഗന്ധാരസ ശ്രേഷ്ഠങ്ങളായി നവപല്ലവങ്ങൾ നിറഞ്ഞ് അമാനുഷ ശില്പികളാൽ വേണ്ടതുപോലെ വളർത്തപ്പെട്ട വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ആ വനികയിൽ മത്തഭൃംഗങ്ങൾ വിഹരിക്കുന്നു. മാവിൻ പൂമ്പൊടി അണഞ്ഞ നാനാവർണ പക്ഷികൾ, കുയിലുകൾ, വൻഞണ്ടുകൾ ഇവയാൽ വിചിത്രതരമാണ് ഈ പൂങ്കാവ്. ചില വൃക്ഷങ്ങൾ പൊന്നിൻ നിറത്തിൽ, മറ്റു ചിലത് അഗ്നിശിഖാരൂപത്തിൽ, വേറെ ചിലത് നീലാഞ്ചന പർവ്വതശോഭയിൽ. എല്ലാ ധ്രുവങ്ങളിലും തൂമണം വീശുന്ന പൂങ്കുലകൾ മാണിക്യ കൽപ്പടവുകളോടും സ്ഫടിക തിണ്ണകളോടും കൂടിയ പൊയ്കകളിൽ നിർമ്മല ജലം നിറഞ്ഞു നിൽക്കുന്നു. വികസിച്ച താമരപ്പൂവുകൾ, ഉൽപ്പലങ്ങൾ എന്നിവയുടെ കൂടെ ചക്രവാകങ്ങൾ, കുളക്കോഴികൾ, അരയന്നങ്ങൾ എന്നിവ മധോന്മത്തരായി കളിക്കുന്നു. തത്തകൾ, നത്തുകൾ എന്നിവ ചുറ്റുമിരുന്ന് ചിലയ്ക്കുന്നു. അവയുടെ തീരങ്ങളിൽ പാറക്കല്ലുകളാലും മറ്റും തറകെട്ടിയ മാമരങ്ങൾ പൂത്തും കായ്ച്ചും നിൽക്കുന്നു. ആ ഉദ്യാനത്തിൽ ഒരു ഭാഗത്ത് പൂക്കൾ മാത്രം നിറഞ്ഞ വൃക്ഷങ്ങൾ, വൈഡൂര്യരത്ന തുല്യമായ പച്ചപ്പുല്ല് നിറഞ്ഞ മറ്റൊരിടം, മത്സരത്തോടെ പൂത്തു നിൽക്കുന്ന തരുക്കളിൽ നിന്ന് പാറക്കെട്ടുകളിൽ വീണ പുഷ്പങ്ങൾ നീലാകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങുന്നു. ദേവേന്ദ്രന്റെ നന്ദനോദ്യാനത്തോടും വൈശ്രവണന്റെ ഗ്രാമമായ ചൈത്രരഥത്തോടും ശ്രീരാമചന്ദ്രന്റെ മനോഹര പൂങ്കാവ്, വലിയ വലിയ ക്രീഡാഗൃഹങ്ങൾ, വള്ളിക്കുടിലുകൾ എന്നിവയാൽ ആവൃതമായ അശോകമലർക്കാവിൽ പുഷ്പാസ്തീർണമായ പർവ്വതാനിയിൽ ത്രിലോക പെരുമാൾ ഇരുന്നരുളി. ഐശ്വര്യദേവതയായ ശ്രീ മഹാലക്ഷ്മിയെ പോലെ സീതാദേവി സമീപത്തിലുണ്ട്. ദേവേന്ദ്രൻ ശചീദേവിക്ക് എന്നതുപോലെ അമൃത മധുരമാർന്ന മധു ശ്രീരാഘവൻ ജാനകീദേവിക്ക് പകർന്നു കൊടുത്തു. പലതരത്തിലുള്ള പഴങ്ങളും വെടുപ്പിയെന്ന മാംസങ്ങളും ദേവന് ഭൃത്യന്മാർ കൊണ്ടുവന്നു. രാജരാജ പുരോഭാഗത്തിൽ കർണാനന്ദകരമായ സംഗീതമുയർന്നു. മനോമോഹനമായ നർത്തനമാടി. മധുമത്തകളും മനോജ്ഞാംഗികളുമായ തരുണീമണികൾ നാടുവാഴുന്ന തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ഹൃദയത്തെ ആനന്ദിപ്പിച്ചു. ധർമ്മസ്വരൂപമിയെന്ന മന്നോർ മന്നവൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ അതിചതുരതയാർന്ന ശ്രീരാമചന്ദ്രൻ അർഹതയനുസരിച്ച് സമ്മാനങ്ങൾ കൊണ്ട് ആ രമ്യരാമങ്ങളെ കൃതാർത്ഥരാക്കി തീർത്ത് സീതാസവിധത്തിൽ അരുന്ധതി ദേവിയോടൊത്ത വസിഷ്ഠ ബ്രഹ്മ ഋഷിയെപ്പോലെ വിളങ്ങി. ദേവൻ അമരകന്യകയെപ്പോലെയുള്ള മൈഥിലിയെ പ്രതിദിനം ഇങ്ങനെ പല വിധത്തിലും രമിപ്പിക്കുക പതിവായിരുന്നു. വിഹാരങ്ങൾ നിറഞ്ഞ ദിവസങ്ങൾ ഓരോന്നോരോന്നായി അതിവേഗം ഭൂതകാലത്തിൽ ലയിച്ചു. സദാസുഖമേകുന്ന ശിശിര ഋതു അവസാനിച്ചു. ധാർമ്മികങ്ങളായ സർവ്വസുഖങ്ങളും അനുഭവിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞത്. പ്രഭാതത്തിൽ ധർമ്മകാര്യങ്ങളെല്ലാം ആ ധാർമ്മികൻ ധർമ്മപരമായി തന്നെ നിർവഹിക്കും. അബ്രാഹ്നം മുഴുവൻ അന്തപുരത്തിൽ വാഴും. സീതാദേവിയാകട്ടെ രാവിലെ പൂജാദികളെല്ലാം നിർവഹിച്ച് ശുശ്രൂക്കളെയെല്ലാം യാതൊരു വ്യത്യാസവുമില്ലാതെ ശുശ്രൂഷിച്ച് വിചിത്ര വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് ശചീദേവി ഇന്ദ്രസവിധത്തിലേക്കെന്ന പോലെ മധ്യാഹ്നത്തിനു ശേഷം ശ്രീരാമചന്ദ്രന്റെ സമീപത്തിലെത്തും. കല്യാണാംഗിയായ ധർമ്മപത്നിയെ കാണുമ്പോൾ രഘുവീരൻ നിസ്തുല്യ സന്തോഷത്തോടെ നന്നു നന്നു എന്ന് സസ്നേഹം പറയും. ഒരു ദിവസം അപരാഹ്നത്തിൽ അശോക പൂങ്കാവിൽ ദേവകന്യകയെപ്പോലെ ഇരിക്കുന്ന ദേവിയോട് വൈദേഹി, ദേവിയിൽ എനിക്ക് സന്താനപ്രാപ്തി അടുത്തിരിക്കുന്നു. ഹേ മനോഹരാംഗി, ഏതൊന്നിലാണ് ആഗ്രഹം? ദേവിയുടെ പ്രിയത്തിന് ചെയ്യേണ്ടതെന്താണ്? മനോമോഹന മന്ദസ്മിതത്തോടെ മൈഥിലി മറുപടി ഓതി, മഹാപ്രഭോ, പാവനാശ്രമ പദങ്ങൾ കാണുവാൻ അത്യാഗ്രഹം തോന്നുന്നുണ്ട്. പുണ്യതീർത്ഥം ഒഴുകുന്ന ഗംഗാനദീ തീരത്തിൽ കായ്കനികൾ ഭക്ഷിച്ച് ഉഗ്ര തപസ്സിനാൽ തേജസ്സേറിയ മാമുനിമാരുടെ തൃക്കാലുകളെ വന്ദിച്ച് അവിടെ അല്പദിവസങ്ങൾ വസിക്കുവാനും ആശയുണ്ട്. ഈ ഒരൊറ്റ കാര്യമാണ് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് ഏകാഗ്ര ചിത്തരായിരിക്കുന്ന മഹർഷിമാരുടെ തപോവനത്തിൽ ഒരു ദിവസമെങ്കിലും പാർക്കുവാനുള്ള ആശയാണ് എനിക്കുള്ളത്. അല്പമൊന്ന് ചിന്തിച്ച രഘുരാമൻ സസ്മിതം
അരുളി ചെയ്തു. ദേവി, അങ്ങനെയാകാം, പരിപൂർണമായി വിശ്വസിച്ചുകൊള്ളൂ, നാളെ തന്നെ പോകുവാൻ സാധിപ്പിക്കാം. വൈദേഹി രാമന്റെ വാക്ക് വ്യത്യാസപ്പെടുകയില്ല, ഒട്ടും സംശയിക്കേണ്ട. ജനക മഹാരാജ ഋഷി സുതയോട് ഇങ്ങനെ ആശ്വാസവാക്കുകൾ പറഞ്ഞ ദാശരഥി സുഹൃത്തുക്കളോടും ഒന്നിച്ച് അരമനയുടെ മധ്യത്തിലുള്ള വിശാലശാലയിലേക്ക് എഴുന്നള്ളി. അവിടെ സുവർണ സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാപ്രഭുവിന്റെ ചുറ്റുപാടും ഫലിതത്തിൽ അതിസമർത്ഥരായ വിദ്വാൻമാർ ഒത്തുകൂടി. വിജയൻ, മധുമത്തൻ, കാശ്യപൻ, പിങ്കളൻ, കൂടൻ, സുരാജൻ, കാളിയൻ, ഭദ്രൻ, ദന്തവക്ത്രൻ, മാഗധൻ തുടങ്ങിയവർ പൊട്ടിച്ചിരി ഉയരത്തക്ക വിധം പല പല കഥകളും പറഞ്ഞു. എല്ലാ വേദനകളും ആഹ്ലാദം കൊണ്ട് വികസിതമാണ്. മഹാത്മാവായ കാകുത്സ്ഥന്റെ മുമ്പിൽ എന്തും പറയുവാൻ ആർക്കും യാതൊരു മടിയുമില്ല. ഏതോ കഥ പറയുന്നതിനിടയിൽ ദേവൻ പെട്ടെന്ന്, ഹേ ഭദ്രേ, നാട്ടിലും നഗരത്തിലും വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്? പട്ടണവാസികളും നാട്ടിൻപുറവാസികളും എന്നെപ്പറ്റി പറയുന്നതെന്ത്? സീത, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെക്കുറിച്ചുള്ള അഭിപ്രായമെന്ത്? കൈകേയി ചെറിയമ്മയെ സംബന്ധിച്ച് പ്രജകൾ എന്തു പറയുന്നു? കാട്ടിലും നാട്ടിലും നൃപനെപ്പറ്റി സാധാരണ സംഭാഷണം പതിവുണ്ടല്ലോ. ശ്രീരാമചന്ദ്രന്റെ ചോദ്യം കേട്ട ഭദ്രൻ തൊഴുതുകൊണ്ട്, രാജരാജേശ്വര, നഗരങ്ങളിൽ നല്ല വർത്തമാനമാണ്. ലോകകണ്ടകനായ ദശാനനെ വധിച്ച കഥ കേമമായി വർണ്ണിക്കുന്നത് ഓരോ ഭവനത്തിൽ നിന്നും മുഴങ്ങുന്നു. പുരുഷോത്തമ, അവിടുത്തെ വിജയചരിതം എത്രമാത്രം ആനന്ദത്തോടെയാണ് പ്രജകൾ വീണ്ടും വീണ്ടും പാടുന്നത്. ഭദ്രന്റെ മറുപടിയിൽ തികച്ചും സംതൃപ്തനാകാത്ത ദേവൻ, ഭദ്ര, നീ കേട്ടത് യാതൊന്നും ഒളിച്ചു വെക്കാതെ കേട്ടതുപോലെ തന്നെ പറയൂ. നന്മയാകട്ടെ തിന്മയാകട്ടെ പ്രജകളുടെ വാക്കുകൾ അതേപോലെ പറയണം. ഇനിയും ഞാൻ നന്മകൾ ചെയ്യാം, അധർമ്മം ഇല്ലാതാക്കാം. ഭയപ്പെടാതെ ദുഃഖിക്കാതെ നാട്ടിലും പട്ടണങ്ങളിലും വസിക്കുന്നവർ പറഞ്ഞു വരുന്നവ എന്തെല്ലാമാണെന്ന് വിശദമാക്കൂ. മഹാബാഹുവായ ദേവന്റെ ഇത്തരത്തിലുള്ള സുദൃഢ വാക്കുകൾ കേട്ട ഭദ്രൻ അതിവിനീതനായി തൊഴുതുകൊണ്ട്, മഹാത്മാവായ തിരുമേനി, പ്രജകൾ പറയുന്ന നന്മയും തിന്മയും ഉണർത്തിക്കുന്നതിനെ കൽപ്പിച്ചു കേട്ടാലും. നാൽക്കൂട്ട പെരുവഴികളിൽ, ആപണവീഥികളിൽ, അരണ്യങ്ങളിൽ, പൂങ്കാവുകളിൽ നിന്നെല്ലാം കേട്ടത് അടിയൻ വ്യക്തമാക്കാം. ദേവന്മാരും ദൈത്യന്മാരും ഇന്നുവരെയും ചെയ്യാത്ത അത്യദ്ഭുതവും സുദുഷ്കരവുമായ കർമ്മമാണ് നമ്മുടെ തമ്പുരാൻ ആഴിയിൽ ചെയ്തത്. ഇന്നുവരെ ആരും കേൾക്കാത്ത ഒന്നാണ് സേതുബന്ധനം. ഏതൊരാൾക്കും എതിരിടുവാൻ കഴിയാത്തവനും മഹാശക്തനുമായ രാവണനെ വൃക്ഷവാനര സൈന്യങ്ങളോടുകൂടി ചെന്ന് യുദ്ധത്തിൽ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുത്തു. യാതൊരു ഈർഷ്യയുമില്ലാതെ ദേവിയെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നുവല്ലോ. എന്നാൽ വൈദേഹി ദേവിയിൽ നിന്ന് തമ്പുരാന് സുഖം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? മഹാദുഷ്ടനായ രാവണൻ അരണ്യത്തിൽ നിന്ന് എടുത്ത് മടിയിൽ വെച്ച് കൊണ്ടുപോയി ലങ്കാനഗരിയിൽ അശോകവനികയിൽ അടിമയെപ്പോലെ പാർപ്പിച്ചവളല്ലേ സീതാദേവി? മഹാനുഭാവനായ തമ്പുരാൻ എന്തുകൊണ്ടാണ് സീതയെ വെറുക്കാതിരിക്കുന്നത്? മറ്റൊരാളുടെ അധീനത്തിൽ അനേകം ദിവസമിരുന്നാലും നാം നമ്മുടെ ഭാര്യമാരെ സ്വീകരിച്ച് പൊറുപ്പിക്കേണ്ടി വരും. കാരണം രാജാവ് ചെയ്തതുപോലെയല്ല പ്രജകൾ അനുഷ്ഠിക്കേണ്ടത്. ഇങ്ങനെ ദുർലഭം ചിലർ നാട്ടിലും നഗരത്തിലും കുറേശ്ശെ പറയുന്നുണ്ട്. ഭക്തന്റെ വാക്കുകൾ ദേവന്റെ ആനന്ദത്തെ ദൈന്യമാക്കി. സമീപത്തിലിരിക്കുന്ന മിത്രങ്ങളോട്, ഈ കേട്ടത് ശരി തന്നെയോ? എങ്ങനെയാണ്? പറയുവിൻ. മാലാണ്ട സ്വാമിയെ അഭിവാദ്യം ചെയ്ത് അവർ ഉത്തരമേകി, മഹാപ്രഭോ, ഈ കേട്ടത് വാസ്തവമാണ്. എല്ലാവരും ഒരേ തരത്തിൽ പറയുന്നത് കേട്ട ആ പരന്തപൻ ഉടനെ തന്നെ സുഹൃത്തുക്കളെ മുഴുവൻ പിരിച്ചയച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.